രുചിക്കൂട്ട്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ, അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ രുചിയാണ് നാടൻ കോഴിയുടെ മാംസത്തിനുള്ളത്. ഇപ്പോൾ പല വിധത്തിലുള്ള പദ്ധതികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാഹചര്യം ഒത്തിണങ്ങുകയാണെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന പോലെ അടുക്കളമുറ്റത്തും കോഴി വളർത്തലും തുടങ്ങാവുന്നതാണ്. ഇപ്പം പല പഞ്ചായത്തുകളിലും സ്കൂളിൽ കുട്ടികൾക്ക് വരെ ചെറിയ ചിക്സിനെയൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ വളർത്താനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ പോഷക സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷയും. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു നാടൻ കോഴിയുടെ കറി വയ്ക്കാം. ചെറിയ പീസാക്കുക. ചെറിയ പീസാക്കിയതിന് ശേഷം അതിൽ കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വയ്ക്കുക. ഇനി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറിയ കഷ്ണം കറുവ, ഗ്രാമ്പു, തക്കോലം, പെരിഞ്ജീരകം, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റാം. അതിൽ കുറച്ചും കൂടി നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂണോളം, അതല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോഴിയുടെ കണക്കനുസരിച്ച് ചിക്കൻ മസാലയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കശുവണ്ടി അരച്ചതാണ്. കശുവണ്ടി അരച്ചതും കുറച്ച് തേങ്ങാപ്പാലും ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നല്ല കുഴഞ്ഞ പരുവത്തിലുള്ള ഒരു മിശ്രിതമാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് തക്കാളിയും അതോടൊപ്പം തന്നെ ഇത്തിരി മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് നന്നായിട്ട് കുറുകുന്നത് വരെ വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പം നല്ല നെയ്യിൽ കുറച്ച് കിസ്മിസും കശുവണ്ടിയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് കടുക് വറുത്ത് ഇടുക. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്, പക്ഷേ ഉണ്ടാക്കാൻ വളരെ എളുപ്പം. രുചിക്കൂട്ട്. നിർവഹണം ലീന.